കറൻ്റ്ലി നമ്മുടെ ഹോണർ ബാൻഡ് 5 ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഹോണർ ബാൻഡ് 5ൻ്റെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്കും ഒരു ബ്ലൂവും. ഇത് നിങ്ങൾ സ്പോൺസേഡ് വീഡിയോ ആണെന്ന് ആരും കരുതരുത്. ഞാൻ കാരണം MI ബാൻഡിനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളൊക്കെ പറയും. ആരും റെഡ്മിയുടെയോ MIയുടെ ഫാൻസൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവർക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ഹോണസ്റ്റായുള്ള ഒപ്പീനിയനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലോ, ഇതിൻ്റെ പേഴ്സണൽ യൂസിനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്. ഇത്രയും ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നിട്ടും MI ബാൻഡ് ചൂസ് ചെയ്യാതെ ഹോണർ ബാൻഡ് 5 ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ലാർജ് ആമോലെഡ് സ്ക്രീൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സാംസങ്ങിൻ്റെയൊക്കെ ഡിവൈസിലൊക്കെ മിക്കവാറും കാണുന്ന ഡിസ്പ്ലേ ആണ്. എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആമോലെഡ്, സൂപ്പർ ആമോലെഡ് അല്ല, ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ബ്രൈറ്റ് ആയ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, അതായത് കോൾ, മെസ്സേജസ്, അതൊക്കെ നമുക്ക് നമ്മുടെ വാച്ചിൽ തന്നെ റിസീവ് ചെയ്യാം. അതുമാത്രമല്ലാതെ അവസാനം 14 ദിവസം വരെ ബാക്കപ്പ് ലഭിക്കുമെന്ന് അവർ പറയുന്ന ഒരു അമേസിങ് ബാറ്ററിയും. കറക്റ്റ് പറയുകയാണെങ്കിൽ 100 mAh ബാറ്ററിയാണ് ഇതിൽ കിട്ടുന്നത്. നമ്മുടെ സാധാരണ മൊബൈൽ ഡിവൈസിലൊക്കെ 3500 അല്ലെങ്കിൽ 4000 mAh ഒക്കെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. ഇത്രയും ചെറിയ ഡിസ്പ്ലേയും ഇത്രയും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 100 mAh എന്ന് പറയുന്നത് ധാരാളമാണ്. നമ്മുടെ ഈ ബോക്സിനകത്ത് തന്നെ ചെറിയൊരു സെക്ഷനിൽ നമ്മുടെ ഡിവൈസിൻ്റെ പേപ്പർ വർക്ക്സും വാറണ്ടി ഇൻഫർമേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ഗൈഡ് പോലത്തെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മേളിലാണ് നമ്മുടെ ഹോണർ ബാൻഡ് 5ൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ചാർജിങ് ഡിവൈസും ചാർജിങ് സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ബോക്സിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഡേറ്റ കേബിളും, അതായത് USB A2 മിനിയും, പിന്നെ അതിനോടൊപ്പം ഒരു ചെറിയ ഡോങ്കിൾ പോലത്തെ നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യുന്ന ചാർജർ പ്ലഗും കൂടെ കാണാൻ സാധിക്കും. ഡയറക്റ്റായിട്ട് USB മിനി വെച്ച് നമുക്ക് ഹോണർ ബാൻഡ് 5 ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ചെറിയൊരു അഡാപ്റ്റർ യൂസ് ചെയ്താൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു അഡാപ്റ്ററും ചാർജിങ് മെക്കാനിസവും കാരണമാണ് ഒരു റീസൺ നമ്മുടെ MI ബാൻഡിന് പകരം ഹോണർ ബാൻഡ് 5 ചൂസ് ചെയ്യാൻ പറയുന്ന ഒരു റീസൺ. കാരണം നമ്മുടെ MI ബാൻഡിലാണ് ക്യാപ്സ്യൂൾ പോലത്തെ രൂപത്തിലാണ് നമ്മുടെ ആ ഒരു ബാൻഡ് ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഡിവൈസ് ഇരിക്കുന്നത്, ആക്ച്വൽ ഡിവൈസ്. ആ ഡിവൈസ് നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാൻഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത്, അതായത് ആ ക്യാപ്സ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് ചാർജിങ്ങിൻ്റെ ഡോക്കിൽ കൊടുത്താൽ മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹോണർ ബാൻഡ് 5ലാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ അഡാപ്റ്റർ അതിൻ്റെ പിൻവശത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ അനായാസം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ബാൻഡിൻ്റെ പിൻവശത്തായിട്ട് കാണുന്ന 2 കുഞ്ഞ് ഡോട്ട് കണ്ടായിരുന്നു, അതിലാണ് നമുക്ക് ചാർജർ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നത്. ഹോണർ ബാൻഡ് 5ൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചാർജ് ഇതിൽ നിന്ന് ഓഫ് ആവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഡിവൈസ് മാത്രം യൂസ് ചെയ്ത് നമുക്കതിനെ ഒരിക്കലും ഓൺ ചെയ്യാൻ പറ്റില്ലെന്നാണ്. കാരണം ഇതിന് ഫിസിക്കലായിട്ട് സ്വിച്ചസ് ഒന്നുമില്ല, ടച്ച് സ്ക്രീനാണ്, ഫുൾ ടച്ച് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ചാർജിങ് പോർട്ട്, നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഡിവൈസ് ടേൺ ഓൺ ആവത്തുള്ളൂ. നമ്മുടെ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണിക്കുന്നത് ഹുവായുടെ ഹെൽത്ത് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് വഴി നമ്മുടെ മൊബൈലും ഈ ഡിവൈസോട് പെയർ ചെയ്യാനായിട്ടാണ്. ഇത് ജസ്റ്റ് സെറ്റപ്പ് സ്ക്രീൻ മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റെപ്പ് ട്രാക്കിംഗ് ആയിരുന്നാലും എന്ത് ആക്ടിവിറ്റി ആയിരുന്നാലും ഈ ഒരു ബാൻഡ് വഴി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് മറ്റൊരു സവിശേഷത. MI ബാൻഡിലാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ഒരു ഡിവൈസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ഫിറ്റ്നസ് ബാൻഡ് ഉപയോഗിച്ച് മാത്രം നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മൊബൈൽ ഫോൺ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് വഴി നമുക്ക് എന്തുമാത്രം എക്സസൈസ്, നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടൊക്കെയുള്ളൂ. ഓക്കെ, ഹുവാവയുടെ ഹെൽത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള UI ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും മുകളിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെപ്സ് കൗണ്ടിങ്ങും, നമ്മുടെ എത്ര സമയം നമ്മൾ എക്സസൈസ് ചെയ്തു, എത്ര കാലറീസ് നമ്മൾ ബേൺ ചെയ്തു, നമ്മൾ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് ഇൻഫർമേഷൻ കാണുന്നുണ്ട്. ഇതും ഒരു ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ബാൻഡ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മുടെ പോക്കറ്റിൽ ഫോൺ എടുക്കത്തില്ല, അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചതെന്നും നടക്കുന്നു എന്നും എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. എന്നാൽ നമുക്ക് ബാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാൻഡ് മുകളിലോട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്ലസ് സൈൻ കാണാൻ സാധിക്കും. ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ നമ്മുടെ ഡിവൈസിൻ്റെ ഏതൊക്കെ ഡിവൈസാണ് കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതിൽ നമുക്ക് നമ്മുടെ ഹോണർ ബാൻഡ് 5 സെലക്ട് ചെയ്ത് തമ്മിൽ പെയർ ചെയ്യാം. ഇതിനകത്ത് ജസ്റ്റ് ഒരു ക്വിക്ക് വ്യൂ നിങ്ങൾക്ക് ഞാൻ നൽകാം. ഇതിനകത്ത് നമ്മുടെ വെതർ റിപ്പോർട്ട് നമുക്ക് നമ്മുടെ ബാൻഡിൽ കാണാൻ സാധിക്കുന്നത് എനേബിൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ആവുമെങ്കിൽ നമുക്കത് മെസ്സേജ് നമ്മുടെ ഫോണിൽ വൈബ്രേഷൻ, നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വൈബ്രേറ്റിംഗ് മോട്ടറുള്ള ഒരു ഡിവൈസാണ് നമ്മുടെ ഹോണർ ബാൻഡ് 5 കേട്ടോ. ആ ഒരു വൈബ്രേഷൻ വഴി നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഹോണർ ബാൻഡ് 5 കിട്ടുന്ന ഒരു പഴയ UIയും അതായത് അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല. അട്രാക്റ്റീവ് ആണ് ആക്ച്വലി, ബട്ട് നമുക്ക് അപ്ഡേറ്റിന് ശേഷം കിട്ടുന്ന പിക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് അപ്ഡേറ്റിന് ശേഷം കിട്ടുന്ന UI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയത് നല്ല പഴഞ്ചാണ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അതിന് ഫസ്റ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണ്, 98 KB അപ്ഡേറ്റ് ഉണ്ട്. നമുക്കത് തീർന്നതിന് ശേഷം മേജർ അപ്ഡേറ്റ് ആയ 7 MB അപ്ഡേറ്റ് കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ഫോണിലേക്ക്, നമ്മുടെ ഹോണർ ബാൻഡ് 5ലേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ് പൂർത്തിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ, നമുക്ക് ടൈം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഡിവൈസിലുള്ള ടൈമാണ് 24 hours ആണ്, 24 hours ടൈം അല്ലെങ്കിൽ ആ രീതിയിൽ ടൈമാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത് നമുക്ക് സ്റ്റെപ്പ് കൗണ്ടിങ്ങിൻ്റെ മീറ്ററിൻ്റെ സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് റേറ്റിൻ്റെ മോണിറ്ററിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ UI ആക്ച്വലി പഴയതാണ് കേട്ടോ. നമുക്ക് ഇനി ഒരു അപ്ഡേറ്റും കൂടെ ചെയ്യാനായിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റും കൂടെ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ കറൻലി നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റിൻ്റെ കറൻലി നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാർട്ട് റേറ്റ് മോണിറ്റർ എങ്ങനെ വർക്ക് ആകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബാൻഡ് നമ്മുടെ ക്രിസ്റ്റിലേക്ക് കെട്ടി ഒരു 5 seconds ആകുന്നതിന് നമ്മുടെ ബീറ്റ്സ് പെർ മിനിറ്റ്, അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാകുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ MI ആയിട്ട് ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിലും കുറവാണ്. അതായത് ഒരു 8 അല്ലെങ്കിൽ 10 seconds ഒക്കെ എടുക്കും നമ്മുടെ MI ബാൻഡിൽ ഈ ഒരു ബീറ്റ്സ് പെർ മിനിറ്റ് നമുക്ക് കാണാനായിട്ട്. ഇതൊരു അനായാസം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ ആക്യുറസിയും വളരെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനും എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ് ഹോണർ ബാൻഡ് 5. ഇതിൻ്റെ പിന്നിലായിട്ട് കാണുന്ന 2 ഗ്രീൻ ലൈറ്റ്സ് ഉണ്ട്. ഇത് യൂസ് ചെയ്താണ് നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഓം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ലീപ്പ് മോണിറ്ററിങ്, നമ്മൾ ദിവസം എത്ര നേരം ഉറങ്ങി അല്ലെങ്കിൽ ഒരു ദിവസം എത്ര നേരം നമ്മൾ കിടന്നു വിശ്രമിച്ചു എന്നുള്ള ഡേറ്റയാണ് അതിൽ കാണിക്കുന്നത്. ആ വർക്കൗട്ട് സെക്ഷനകത്ത് നമ്മുടെ ഔട്ട്ഡോർ റണ്ണിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഈ ഇൻഡോർ റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഔട്ട്ഡോർ വാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇൻഡോർ സൈക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പൂൾ സ്വിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഫ്രീ ട്രൈക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. പൂൾ സ്വിം നിങ്ങൾ ഞെട്ടേന്ന് വേണ്ട, അതേ സ്വിമ്മിങ്ങിന് വേണ്ടി വരെ അത്രയും കാപ്പബിലിറ്റി ഉള്ള ഡിവൈസാണ്. സ്വിം സ്ട്രോക്ക്, നമ്മുടെ നീന്തുമ്പോഴത്തേക്ക് നമ്മുടെ കൈയെടുത്ത് വീശത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് സ്ട്രോക്ക് നടത്തത്തില്ലേ, ആ സ്ട്രോക്കിൻ്റെയൊക്കെ വളരെ വ്യക്തമായിട്ട് ഇൻഫർമേഷൻ നടത്തി നമ്മുടെ ബോഡി എത്രമാത്രം കാലറീസ് ഒക്കെ ബേൺ ചെയ്യുന്നുണ്ടെന്ന് ഇത് യൂസ് ചെയ്ത് നമ്മൾ ഇത് ധരിച്ചുകൊണ്ട് നീന്തുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ് അപ്ഡേറ്റ് ആയ 7MB അപ്ഡേറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തെന്ന് തോന്നുന്നു അപ്ഡേറ്റ് പൂർത്തിയാക്കാനായിട്ട്. ഇതിൽ 20 മിനിറ്റ് കാണിച്ചത്, പക്ഷേ 10 മിനിറ്റ് തന്നെ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് തന്നെ നമ്മുടെ UI, നമ്മുടെ നേരത്തുള്ള UI കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള ചേഞ്ചസ്, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാച്ച് ഫേസസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ആദ്യം നമുക്ക് വെറും 3 വാച്ച് ഫേസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് 8 വാച്ച് ഫേസസ്. എല്ലാ വാച്ച് ഫേസും നമുക്ക് കാണിച്ചു തരാം. 1 2 3 4 5 6 7, പിന്നെ അവസാനത്തെ 8ാമത്തെ വാച്ച് ഫേസ്. ഇത്രയും വാച്ച് ഫേസ് നമുക്ക് 3 നിന്നിപ്പോൾ 8 വാച്ച് ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മിക്ക ആളുകൾ MI ബാൻഡ് 4 ചൂസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹോണർ ബാൻഡ് 5 ഇപ്പോൾ 8 വാച്ച് ഫേസ് മാത്രമാണ് നമുക്ക് കറൻലി അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ MIയുടെ ബാൻഡിൽ നമുക്ക് 30-ലധികം, അതായത് 35-40 അധികം വാച്ച് ഫേസ് അവൈലബിൾ ആണ്. കാരണം അവർക്ക് അതിൻ്റേതായ ഒരു ആപ്ലിക്കേഷനും പിന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കറൻലി ഹോണർ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വേർഷനിലാണ്, അതായത് അവർ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാച്ച് ഫേസ് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വാച്ച് ഫേസ് യൂസ് ചെയ്യുന്നതിനായിട്ട്. അതുകൊണ്ട് ഈ ഒരു ഒറ്റ കാര്യം, വാച്ച് ഫേസിൻ്റെ സോഫ്റ്റ്വെയർ ബേസായ ഈ ഒരു കാര്യം മാത്രം കൊണ്ട് നമ്മൾ MI ബാൻഡ് ചൂസ് ചെയ്യുന്നത് വളരെ മണ്ടത്തരമായിട്ട് മാറും. അടുത്ത് നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്റർ അങ്ങനെ പല ഓപ്ഷനും കാണുന്നുണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ UI ചേഞ്ച് ആയി, നമുക്ക് എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. വർക്കൗട്ട് സെക്ഷനകത്ത് നമുക്ക് ചെറിയ ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. 6 ആയിരുന്നത് ഇപ്പോൾ വീണ്ടും 2-3 ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 9 ഓപ്ഷനാണ് വർക്കൗട്ടിനകത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ മോറിനകത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ ടൈമറിൻ്റെ ഓപ്ഷൻ, അതിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ചിൻ്റെ ഓപ്ഷൻ, അതിനകത്തും ചെറിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. വാച്ച് ഫേസ് നമ്മളിപ്പോൾ കണ്ടായിരുന്നല്ലോ, 3 8 വാച്ച് ഫേസ് ആയിട്ടുണ്ട്. നമുക്കിന്ന് റേസ് ടു വേക്ക് ഫ്യൂച്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ ഡിസ്പ്ലേ തൊടാനുള്ള ആവശ്യമില്ല, കൈ ഉയർത്തുമ്പോൾ തന്നെ ഡിസ്പ്ലേ ഓണായി വരും. അപ്പോൾ നോക്കാം, വളരെ ഈസിയാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ റേസ് ടു വേക്ക് വർക്ക് ആകുന്നുണ്ട്. അതിൻ്റെ എല്ലാ മീനിങ് എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ആക്യുറസി ഉള്ള സെൻസേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റിയുടെ കാര്യം നോക്കാവേ. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ. ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കാനുള്ള ആവശ്യമില്ല, നമ്മുടെ ആംബുലൻസ് ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്. നമ്മൾ ഇതിന് മാത്രമല്ല MIയുടെ ബാൻഡ് കാര്യം നോക്കിയാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആംബുലൻസ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തീർച്ചയായും നല്ല രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിനി MI ബാൻഡ് ജസ്റ്റ് ചെറിയൊരു കമ്പാരിസൺ കൂടെ നോക്കാം. ഹോണർ ബാൻഡ് 5 ആരാണ് ചൂസ് ചെയ്യാനുള്ളത്? ഇനി എൻ്റെ പ്രിഫറൻസ് വെച്ച് ഞാൻ കാര്യം പറയാം. എനിക്ക് ആക്ച്വലി ആ ഒരു ക്യാപ്സ്യൂൾ ഡിസൈൻ, അതായത് നമ്മുടെ MI ബാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ക്യാപ്സ്യൂൾ പോലത്തെ ഡിസൈൻ, റൗണ്ട് ഷേപ്പുള്ള ഡിസൈൻ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഹോണർ ബാൻഡ് 5 നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കാണ് നമ്മുടെ ഹോണർ ബാൻഡ് 5 ഉള്ളത്. ആ ഒരു ബോക്സ് പോലെ ആ ഒരു 2.5D കർവ്ഡ് ഗ്ലാസ് ഒക്കെ നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനാണ് നമ്മുടെ ഹോണർ ബാൻഡ് 5 ഉള്ളത്. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ആക്യുറസി. സ്റ്റെപ്പ് കൗണ്ടിങ്ങിൻ്റെ കാര്യമായിരുന്നാലും നമ്മുടെ എന്ത് ആക്ടിവിറ്റി എടുത്തിരുന്നാലും വളരെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ഹോണർ ബാൻഡ് 5 നൽകുന്നത്. MI ബാൻഡ് തീരെ മോശമെന്നല്ല പറയുന്നത്, എന്നാലും പക്ഷേ കമ്പാരിറ്റീവ്ലി ഹോണർ ബാൻഡ് 5 വളരെ ആക്യുറേറ്റ് ആണ്. മൂന്നാമത്തെ വളരെ സ്പെഷ്യലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു കാര്യം SpO2 സെൻസർ ഉള്ളതാണ്. SpO2 സെൻസർ നമ്മളിപ്പോൾ UI നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. SpO2 സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ
ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യാനായിട്ട് ഹോണർ ബാൻഡ് 5 സാധിക്കും. വേറെ മറ്റ് ബാൻഡിലൊന്നും ഈ ഒരു ഫീച്ചർ ഇതുവരെ അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഹോണർ ബാൻഡ് 5 നമ്മൾ ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ് അറിയുന്നതായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. ഇത് നമ്മുടെ ലങ്സ് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ നമുക്ക് അത്ലറ്റ്സിനൊക്കെ വളരെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല. എന്തായാലും SpO2 സെൻസറും ഹോണർ ബാൻഡ് 5 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എത്രത്തോളം കൂടുതൽ കിട്ടുന്നോ, നമ്മൾ കൊടുക്കുന്ന പണത്തിൽ എന്തുമാത്രം കൂടുതൽ കിട്ടുന്നുണ്ടോ അത്രയും നല്ലതല്ലേ. ഇനി MI ബാൻഡ് ആരൊക്കെ ചൂസ് ചെയ്യണമെന്ന് നോക്കാം. ബാറ്ററിയുടെ കാര്യം, ഹോണർ ബാൻഡ് 5 ഒരു 14 ദിവസം പറയുന്നു എന്നെങ്കിലും ഒരു 10 ദിവസം 12 ദിവസമാണ് മാക്സിമം നമുക്ക് ബാറ്ററി കിട്ടുക. ഇനി അൾട്രാ നമ്മൾ ഒട്ടും യൂസ് ചെയ്തില്ലെങ്കിൽ 14 ദിവസം കിട്ടുമായിരിക്കും. എന്നാൽ MI ബാൻഡ് കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 20 ദിവസം അവർ പറയുന്നുണ്ട്. 20 ദിവസം നമ്മളൊരു മോഡറേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് 20 ദിവസം കിട്ടും ബാറ്ററി ലൈഫ്. പിന്നെ ലുക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ഹോണർ ബാൻഡ് 5 പോലത്തെ ലുക്ക് അല്ല, അത് നിങ്ങൾക്ക് ഒരു ക്യാപ്സ്യൂൾ ലുക്ക് മാറാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ MI ബാൻഡിലോട്ട് ചൂസ് ചെയ്യാം. പിന്നെ MI എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് ബ്രാൻഡ് വാല്യൂ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല എങ്കിലും ഹോണർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു വാങ്ങുന്നതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. MI നമ്മൾ ഇത്ര ദിവസം പഴകി കിടക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട്, നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം തോന്നുന്നത് MI ബ്രാൻഡിനോട് കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ. ഇതുകൂടാതെ ബ്ലൂടൂത്ത് 5.0 ആണ് MI ബാൻഡിലുള്ളത്. ഹോണർ ബാൻഡ് 5 4.2 ആണ് കണക്ടിവിറ്റി ഉള്ളത്. വളരെ വലിയ വ്യത്യാസം ഉണ്ടാവത്തില്ല. പക്ഷേ പറഞ്ഞില്ലേ, ചാർജിങ്ങിൻ്റെ കാര്യം, ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം 5.0 ആകുമ്പോഴത്തേക്കും ബ്ലൂടൂത്ത് 5.0 ആകുമ്പോൾ കുറച്ചുകൂടെ ബാറ്ററി പുള്ളിങ് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ MI സൈഡിലുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹോണർ ബാൻഡ് 5 കാര്യങ്ങളുണ്ട്. എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വാല്യൂ ഫോർ മണി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോണർ ബാൻഡ് 5 തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. MI ബാൻഡിൻ്റെ കൃത്യമായ റേറ്റ് അറിയത്തില്ലെങ്കിലും 2300 രൂപയായിരിക്കും MI ബാൻഡിൻ്റെ റേറ്റ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഹോണർ ബാൻഡ് 5 ഇപ്പോൾ കറൻറ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2599 രൂപയ്ക്കാണ്. ഏതാണ് എടുക്കാനുള്ളതെന്ന് ചോയ്സ് നിങ്ങളുടേതാണ്. എന്നാലും എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ യൂസിന് ഞാൻ ചൂസ് ചെയ്ത് ഹോണർ ബാൻഡ് 5 ആണ്. ഓക്കെ, നിങ്ങൾ അൺബോക്സിങ് പാർട്ട് കണ്ടല്ലോ. ഇനി എൻ്റെ കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ സ്ട്രാപ്പ് വളരെ നൈസായിട്ടും വളരെ ലൈറ്റ് വെയ്റ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ് ഈ നമ്മുടെ ഹോണർ ബാൻഡ് 5 MIയുടെ ബാൻഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ഇത്തിരി ഹാർഡാണ്. അതുമാത്രമല്ല കുറച്ച് നേരം നമ്മൾ വിയർ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. നമുക്കതിന് ഊരി കളഞ്ഞാൽ മതി എന്നുള്ള ഫീൽ ആയിരിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, വളരെ കംഫർട്ടബിളാണ്, വളരെ കംഫർട്ടബിളാണ്. നമ്മൾ കയ്യിൽ കിടക്കുന്ന ആരും പോലും അറിയത്തില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റുമാണ്. ഇത് അത്ലറ്റിന് മാത്രമല്ല, ഞാനൊരു അത്ലറ്റൊന്നും അല്ല, ഞാൻ സ്ഥിരമായി അങ്ങനെ എക്സസൈസോ അങ്ങനെ ജിമ്മിൽ അങ്ങനെ വർക്കൗട്ടും ചെയ്യുന്ന വ്യക്തിയും അല്ല ഞാൻ. സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. എങ്കിലും ഒരു വാച്ച് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു വാച്ച് മേടിക്കാൻ പോയാൽ തന്നെ ഇപ്പോൾ ഒരു സൊനാറ്റയോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനി വാച്ച് നമ്മൾ മേടിക്കാൻ 2000 രൂപ 3000 രൂപ എന്നുള്ള കാര്യം തീർച്ചയാണ്, ഉറപ്പാണ് ആ കാര്യത്തിൽ. അതിനെക്കാട്ടും നല്ലതായിട്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 2599 രൂപയ്ക്ക് തീർച്ചയായിട്ടും വളരെ ഏറ്റവും നല്ല രീതിയിൽ ഫിറ്റ്നസ് ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടച്ച് സ്ക്രീൻ ആംബുലൻസ് ഡിസ്പ്ലേ ഉള്ള വളരെ നല്ലൊരു വാച്ച് തന്നെയാണ് നമ്മുടെ ഈ ഹോണർ ബാൻഡ് 5. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2500 രൂപയ്ക്ക് അത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ബാൻഡ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു അത്ലറ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഷുവർ ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾ ഹോണർ ബാൻഡ് 5 വേണം ചൂസ് ചെയ്യാനായിട്ട്. കാരണം ആക്യുറസിയുടെ കാര്യം MI ബാൻഡിനെക്കാളും കൂടുതലാണ്. ഒരു കംഫർട്ടിൻ്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ MI ബാൻഡ് ഒരു കുറച്ച് നേരം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ദൂരെ എടുത്ത് എറിയാനായിട്ട് തോന്നും, ഉറപ്പാണ് ആ കാര്യത്തിൽ. അതുകൂടാതെ ഇതിൻ്റെ SpO2 സെൻസറിൻ്റെ കാര്യം കറൻ്റ്ലി നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ അടുത്ത ഫേംവെയർ അപ്ഡേറ്റ് കിട്ടുമ്പോഴത്തേക്കും SpO2 സെൻസറിൻ്റെ ആക്ടിവേഷൻ കൂടെ സംഭവിച്ചേക്കാം. എന്തായാലും ഇത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ. നമ്മൾ സാധാരണ ടെക് വീഡിയോസ് അല്ല സാധാരണ പബ്ലിഷ് ചെയ്യാറുള്ളത്. നമ്മുടെ ഭൂമിയും അങ്ങനെ നമ്മുടെ നേച്ചറിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പല നമ്മൾ ഇഷ്ടംപോലെ ടോപ്പിക്സ്, എല്ലാ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ടെക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ കേട്ടല്ലോ. ഇത് കൂടാതെ ഞാൻ എല്ലാവരുടെയും കമൻറ്റ്സ് വായിച്ച് നോക്കാറുണ്ട് കേട്ടോ. ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും എല്ലാവരുടെയും കമൻറ്റ്സ് വായിച്ച് നോക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും നമ്മളോടൊപ്പം ചാറ്റിൽ അല്ലെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും പുതിയതായിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ കാര്യവും ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാവരുടെ കമൻറ്റ്സ് ഞാൻ തീർച്ചയായിട്ടും വായിച്ച് നോക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഉപകാരപ്പെട്ട് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.